ഭയങ്കര ഉണക്കായിട്ടേക്കണ. അയ്യോ എന്റെ ശങ്കരനോ, അയ്യോ എന്റെ ശങ്കരനോ പോയേ, അയ്യോ എന്നെ വെള്ളമടിക്കാൻ പഠിപ്പിച്ച ശങ്കരനോ പോയേ, അയ്യോ മര്യാദയ്ക്ക് കിടന്ന് എന്നെ അടിയുണ്ടാക്കാൻ പഠിപ്പിച്ച ശങ്കരനോ പോയേ, എന്റെ ശങ്കര അയ്യോ പോയേ, അയ്യോ ഓടി വന്നത്, അയ്യോ എന്റെ തനിക്ക് തോന്നില്ലേ ശങ്കര? ശങ്കര എപ്പോ വന്ന്? ദേഹത്തോടു ഞാൻ തത്താനും നീ അങ്ങോട്ട് വരൂല അല്ലേ? നീ ഇടന്ന് വിളിക്കില്ല തത്തേ തത്തേന്ന്. നീ തത്താതെ നമ്മളങ്ങോട്ട് വരണ്ട, നീ അങ്ങോട്ട് വരേ വേണ്ട പോ. നിങ്ങൾ എന്തിനാണ് ചൂടാവണത്? നിങ്ങളെ ഭാര്യ ഇവിടെ നടിച്ചിറക്കിയ അതിന് തൊപ്പ പൊളിക്കും. പാവം, ഇത് പാവന്നല്ല, ഇത് ആളാരെന്ന് അറിയാം. ബാലു എന്തോന്ന് യാത്ര അന്വേഷിക്കണോട്ട് വന്ന് കിടന്ന മനുഷ്യനല്ലേ? ആ മനുഷ്യനാണ് ശല്യപ്പെടുത്തിയത്. ആര് ശല്യപ്പെടുത്തി? അണ്ണാ നിങ്ങൾ ശല്യപ്പെടുത്തി? അണ്ണാ ശല്യപ്പെടുത്തിയാ പറയും. ശല്യപ്പെടുത്തി നീ അടിവാച്ചേന്റെ വയസ്സാ വരുന്ന തുടങ്ങി കേട്ടോ, ചൂടുണ്ടെങ്കിൽ വയസ്സായി വയസ്സാൻ്റെ അച്ഛൻ. മോളെ നീ വാ, ഞാന് നിന്നെയും പിള്ളേരെയും കാണാനാണ് വന്നത്. ഞാൻ വഴി അല്ലാതെ ഇയാൾക്ക് എവരുമായിട്ട് എന്തോന്ന് ബന്ധം? നീ വഴിയാ, നിന്നെ കെട്ടിയതാണ് ഇവർക്ക് പറ്റിയ അബദ്ധം. അത് തന്നെ, വേറെ ഒരു ബന്ധവും. ഇയാള് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഇതുപോലെ എന്റെ അടുത്ത് പറഞ്ഞത്. എനിക്കറിയാം അണ്ണ അങ്ങനെ പറയില്ല. സമയം കണ്ടോലെ മാറണമായി. വീട്ടിൽ കയറ്റാൻ നീ തന്നെ കയറിക്കോട്. ചായര ചേച്ചി പണ്ടേ അങ്ങനെയല്ല അണ്ണാ. ഇനിയിപ്പോ ഈ വയസ്സായ കാലത്തേക്ക് ചേച്ചിനെ മാറ്റിയെടുക്കാൻ എന്നെ കൊണ്ട് പറ്റുമോ? മാറ്റിയെടുക്കാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ. പണ്ടേ ഇങ്ങോട്ടേക്ക് ഇവിടെ വീട്ടിൽ കിടന്ന് ബേളം കാണിച്ചതിന് വീട് മുതൽ അവിടെ കുടുംബ വീടുണ്ടല്ലോ പറണ്ടോട്, അവിടെ വരെ ഞാൻ അടിയും കൊടുത്ത് ഓടിച്ച്. അയ്യേ അതൊക്കെ മോശമല്ലേ അണ്ണാ, പെണ്ണുങ്ങളെ തല്ലണത്. മോശോ? വായി വരുന്ന വണ്ടി വിളിച്ച് പറഞ്ഞാൽ മതി അല്ലേ? അല്ല അമ്മൂമ്മനെ പറഞ്ഞിട്ട് കാര്യമില്ല. പണ്ട് അപ്പൂപ്പൻ വെള്ളമടിച്ച് അമ്മൂമ്മനെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുള്ളതല്ലേ. സൂക്ഷിച്ചും കണ്ടൊക്കെ നിന്നോട്ടാ, ഇല്ലെങ്കിൽ അപ്പൂപ്പന്റെ കാര്യം പോക്കാ. മക്കളെ ഇപ്പൊ ഞാൻ വെള്ളം അടിക്കില്ലല്ലേ? വെള്ളം അടിക്കാൻ ആവതില്ലാത്തോണ്ട് വെള്ളം അടിക്കണില്ലേ? ഇപ്പം വെള്ളം അടിക്കൂല. ഞാൻ ഒരു ദിവസവും ഞാൻ എന്തോ പറഞ്ഞിട്ട് നേരെ അവിടെ കയറി ചെന്നപ്പോ ഉണ്ടല്ലേ, ഇതൊക്കെ ഇഷ്ടപ്പെട്ടില്ല. ഇവിടെ വെട്ടൂത്തി ചേർത്തു എൻ്റെ മുമ്പേ. ഞാൻ തിരിയാൻ ഞാൻ ഒന്നും മുണ്ടിയില്ല, ഉണ്ടായിരുന്നു പോന്നു. നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾ ഇത് തങ്ക ചേച്ചി കുനിച്ച് നിർത്തി അടിക്കും. കാരണം പണ്ട് വെള്ളം അടിച്ചിട്ട് അവർ ഒരുപാട് ഇടിച്ചിട്ടുണ്ടല്ലോ, അതെല്ലാം നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. നോക്കിയോ, നീ പോടാ, നിന്നെ പോലെ ഭാര്യയെ പേടിച്ച് ജീവിക്കണമെന്നില്ല ഞാൻ. അണ്ണാ അയ്യോ മക്കളെ അറിയാതെ പറഞ്ഞു പിന്നെ സംസ്ഥാനം കേട്ടുണ്ടല്ലോ, പിന്നെ കവാലെ കുത്തി അടിച്ചു കൊടുക്കാൻ തോന്നുന്നു. ഞാൻ നിൽക്കില്ല മക്കളെ, ഞാൻ പോണു. നമുക്ക് എല്ലാരെയും ഒന്ന് കാണണമെന്ന് തോന്നി, കണ്ടു. ഇന്ന് രാത്രി തന്നെ ഞാൻ വണ്ടി കയറും. എന്ത് പരിപാടിയാ അപ്പൂപ്പ? ഇന്ന് വന്നിട്ട് ഇന്ന് തന്നെ പോകുന്ന? എന്ത് ഞാൻ പോണു? അല്ല ഇവിടെ നിന്ന് ശരിയാവൂലെന്ന്. ഇവിടെ നിന്ന് എന്നെ പിന്നെ ഞാനോട്ട് ഉടക്കേണ്ടി വരും. ശരിയാവൂല. അണ്ണാ വന്ന സ്ഥിതിക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി. അപ്പൊ അടുത്ത തിങ്കളാഴ്ച ഇവിടുന്ന് പോയാൽ മതി. എന്തായാലും വീട്ടിൽ പറയണ്ടല്ലേ, ഇങ്ങോട്ട് വരുന്ന പറഞ്ഞിട്ടല്ലേ വന്നത്. എടാ ഇപ്പോഴും പറയില്ല, മുമ്പും പറയില്ല. ആ സ്വഭാവം എനിക്കില്ല. എന്തായാലും അപ്പൊ 5-6 ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി. പോണ മക്കളെ, അതാണ് ശരി. നിങ്ങൾ കുറെ നേരം കൊണ്ട് പറഞ്ഞല്ലേ പോണെന്ന്. വന്ന് പിള്ളേരെ കണ്ട് തൃപ്തിയായല്ലേ, അടുത്ത വണ്ടിക്ക് സ്ഥലം വിട്ടോ, വണ്ടി കൂലി ഞാൻ തരാം. നിന്റെ വണ്ടി കൂലിയും കൊണ്ടല്ലേ ഞാൻ അങ്ങോട്ട് വന്നത്. പോടാല്ലേ ചേച്ചിയാക്കി, ആ വണ്ടി കൂലി തരാൻ നടക്കും. ഇത് ഭയങ്കര കഷ്ടമാണ് കേട്ടോ. രണ്ടുപേരും കൂടെ കണ്ടുകൂട്ടിട്ടുണ്ടെങ്കിൽ രാമനും രാവണനും പോലെയാണ്. ഇങ്ങനെ എന്താ എന്നെ തെറി വിളിക്കാൻ വേണ്ടി മാത്രം വന്നതാണ് 10 തലയായിട്ട്. ഓ രാമൻ എനിക്ക് പാടാ, രാമൻ എനിക്ക് കണ്ടില്ലേ. അപ്പൂപ്പ ഒന്നാമത് അച്ഛൻ വീട്ടിൽ നിന്നും സൈറ്റിൽ നിന്നൊക്കെ ആവശ്യത്തിൽ കൂടുതൽ കേൾക്കുന്നുണ്ട്. ഇനി അപ്പൂപ്പനും കൂടെ ഇവിടെ വന്ന അച്ഛനെ ചീത്ത പറ. എന്ത് ഞാൻ അവിടുത്തെ സൈറ്റിൽ ചീത്ത വിളിക്കണത് ആവശ്യമില്ലാത്ത പറയല്ലേട്ടാ. ഇനി അത് വന്ന് ചേട്ടാ ഇങ്ങനെ 10 കൂടെ പറഞ്ഞു തുടങ്ങും. ഇവന് എല്ലായിടത്തും കൂടി ഇങ്ങനെ നേരെ പോണ ലക്ഷണമില്ല. എന്താ നേരെ പറഞ്ഞു തിരിഞ്ഞു പോണോ? ഞാൻ നേരെ തന്നെ പോണത്. അങ്ങേര് നിങ്ങൾ എന്റെ ചങ്കരനൊക്കെ വിളി പോയി അല്ലടാ. അല്ല അല്ല അങ്ങേര് ഇങ്ങേര് നിങ്ങളെ ഞാൻ മുമ്പ് അണ്ണാ തന്നെ വിളിച്ചിരുന്നത്. ഇതിപ്പോ വിളിക്കുന്നില്ല, അതിനുള്ള വില നിങ്ങൾക്ക് ഇല്ല, വിളിക്കില്ലേ, അത്രേ ഉള്ളൂ. അല്ല വിലയേൽപ്പിച്ചാണ് വിളിക്കുന്നത് തന്നെ. രണ്ടുപേരും ഒന്നും മിണ്ടാണ്ടിരിക്കാവോ? ഈ ശൂലംകുടി കുടുംബം ആര്യനാട് കുടുംബം രണ്ടും കണക്ക് തന്നെയാണ്. നീ ആര്യനാട് കുടുംബത്തിന് ശൂലംകുടി കുടുംബത്തിന് നമ്മൾ ചേർത്ത് വായിക്കരുത് കേട്ടാ. അത് ശരിയാവില്ല. ഇങ്ങനെ തന്നെ ബന്ധുവാണോ എന്നൊരു സംശയമുണ്ട്. അത് രക്തബന്ധം പോലുമല്ല. കാരണം അച്ഛൻ്റെ ഏതോ അകന്ന ബന്ധു എന്നാണ് ഞാൻ അറിഞ്ഞത്.
പണ്ട് അച്ഛൻ നെയ്യാറ്റിൽ അടിയുണ്ടായപ്പം ഒളിവ് താമസിക്കാൻ വേണ്ടി ആരിനാണ് ചെന്നു. അന്ന് ആരിനാണെന്ന് കാടും പടമൊക്കെ പിടിച്ചു നടക്കുന്ന വലിയൊരു കാട്ട് പ്രദേശമല്ലേ, കള്ളവറ്റൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്, പിന്നെ വഴിയടിച്ചുണ്ട്. അങ്ങനെ അച്ഛൻ 2-3 മാസം നിന്ന് ആ ഒരു പരിചയം ഉള്ളൂ ഇങ്ങനെ അച്ഛനാറ്റ്. പിന്നെ ഇങ്ങനെ കുടുംബത്തിൻ്റെ ബന്ധു നിന്റെ ബന്ധു നീ പറഞ്ഞുകൊണ്ട് നടക്കും, അത്രേ ഉള്ളൂ. എടാ എൻ്റെ തന്ത കേട്ടോണ്ടല്ലേ ചെപ്പാ വിളിയാഴ്ച ഇരിച്ചളെ. എടാ എത്ര മാസങ്ങളാണെന്നറിയാം ഞാനും അങ്ങനെ കൂടെ മനത്തിൽ കഞ്ഞു കുടിച്ച് വെച്ച് കിടന്നത്. നിനക്ക് വല്ലതും അറിയാടാ. ഇവിടെ എന്നാ ശരിയാവിടെ, നീ നിന്റെ തോന്നും പോലെ ചെയ്യും. ഓ ചുമ്മാ ഒരു ടൈം പാസ്, സമയം പോകും അല്ലേ?